നമസ്കാരം. വിമാനാപകടങ്ങൾ തുടർക്കഥയാവുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം എത്ര വിമാനാപകടങ്ങളാണ് ഉണ്ടായത്? ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 181 പേരുമായി യാത്ര ചെയ്ത വിമാനം തകർന്ന് 179 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനം അടിയന്തര ലാൻഡിംഗ് ശ്രമത്തിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിലിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. അപകടത്തിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. പിൻഭാഗം ഒഴികെ വിമാനത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം കത്തിയമർന്നിരുന്നു. കാനഡയിലെ ഹാലിഫാക്സ് വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു. റൺവേയിലേക്ക് പറന്നിറങ്ങിയ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ തകർന്നതായിരുന്നു അപകട കാരണം. തകർന്ന ലാൻഡിംഗ് ഗിയർ റൺവേയിൽ തൊട്ടതോടെ തീപിടിക്കുകയായിരുന്നു. അടുത്തത് അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനാപകടമായിരുന്നു. ഇത് ലോകത്തെ നടുക്കിയ മറ്റൊരു വലിയ ദുരന്തം തന്നെയായിരുന്നു. റഷ്യയിൽ ഇറങ്ങേണ്ടിയിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ ക്രാഷ് ലാൻഡ് ചെയ്തതിനെ തുടർന്നാണ് 38 പേർ മരിച്ചത്. അക്തൌവിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് വിമാനം തകർന്നത്. സംഭവത്തിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാമിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞിരുന്നു. റഷ്യൻ വ്യോമമേഖലയിൽ വെച്ച് അപകടം നടന്നതുകൊണ്ടാണ് അസർബൈജാൻ പ്രസിഡന്റിനോട് പുടിൻ ക്ഷമ ചോദിച്ചത്. ജനുവരിയിൽ ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിലെ റൺവേയിൽ ഒരു ജപ്പാൻ എയർലൈൻസ് യാത്രാ വിമാനം ജപ്പാനീസ് കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചിരുന്നു. ജപ്പാൻ എയർലൈൻസ് വിമാനത്തിലെ 379 യാത്രക്കാരും ജീവനക്കാരും തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ 5 പേർ മരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ യാത്രാവിമാനം കത്തിയമർന്നെങ്കിലും മുഴുവൻ യാത്രക്കാരെയും പുറത്തെത്തിക്കാനായിരുന്നു. ഏറ്റവും ഒടുവിലായി കേട്ടത് അമേരിക്കയിലുണ്ടായ വിമാനാപകടമാണ്. അമേരിക്കൻ എയർലൈൻസ് വിമാനം ഡെൻവർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിൽ 12 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതുവരെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. കൊളറാഡോ സ്പ്രിങ്സ് വിമാനത്താവളത്തിൽ നിന്ന് ഡാലസിലേക്കുള്ള വിമാനം എൻജിൻ തകരാറായതിനെ തുടർന്ന് ഡെൻവറിൽ ഇറക്കി സുരക്ഷിത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് എൻജിന് തീപിടിച്ചത്. ഉടൻ തന്നെ തീയണയ്ക്കാനായിരുന്നു. വിമാനത്തിൽ 172 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. പുതുവർഷം തുടങ്ങിയത് മുതൽ അമേരിക്കയ്ക്ക് കാലക്കേടാണെന്ന് പറയേണ്ടി വരും. കൂട്ടക്കുരുതിയുടെയും ഭീകരാക്രമണങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് നാം കേട്ടത്. ലോസ് ഏഞ്ചൽസിൽ ആളിപ്പടർന്ന കാട്ടുതീ ദക്ഷിണ കാലിഫോർണിയയെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. വീടും സമ്പാദ്യവും ഉപേക്ഷിച്ച് ജനം ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. 10,000-ലേറെ കെട്ടിടങ്ങൾ തകർന്നിരുന്നു. 5-ലധികം പള്ളിയും സിനഗോഗും 7 സ്കൂളുകളും 2 ലൈബ്രറികളും എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു. എന്തായാലും അമേരിക്ക ഇനിയും വാർത്തകളിൽ ഇടം പിടിക്കും. തൻ്റെ വിചിത്രമായ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ ട്രംപ് ഞെട്ടിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.